Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss Accounting Standard 3 Cash Flow Statement and Accounting Standard 6 Depreciation Accounting. Okay, let's start. Accounting Standard 3, that is Cash Flow Statement. Accounting Standard 3 Cash Flow Statement. This standard states how various sources and application of each of an enterprise can be summarized and presented in the financial statement. The presentation of cash flow is mandatory under Accounting Standard 3 and by SEBI requirements in respect of companies listed in stock exchange. SEBI had developed its own standard in relation to how cash flows are to be prepared and presented. Okay, നോക്കാം Accounting Standard 3 Cash Flow Statement. This standard states how various sources and applications of each of an enterprise can be summarized and presented in the financial statement. ഓരോ എൻ്റർപ്രൈസസും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ സോഴ്സസ് അതിൽ കാണിക്കാൻ പറ്റും, എങ്ങനെ ആ സോഴ്സസിനെ സമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെ സോഴ്സസിനെയും അതുപോലെ ആപ്ലിക്കേഷനെയും എങ്ങനെ സമ്മറൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിൽ കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി എങ്ങനെ അത് സമ്മറൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ദ പ്രസൻറ്റേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഈസ് മാൻഡേറ്ററി അണ്ടർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആൻഡ് ബൈ സെബി. അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പൽസറി ആണ്. അതുപോലെ തന്നെ സെബിയുടെ കാര്യം പറയുമ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും തന്നെ എന്ത് ചെയ്തിരിക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ബൈ സെബി റിക്വയർമെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് കമ്പനീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സെബി ഹാഡ് ഡെവലപ്ഡ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്. ഇത് കൂടാതെ സെബി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഹൗ ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ ഹൗ ടു പ്രസൻറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് സെബി അവരുടേതായ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, Accounting Standard 3 is also mandatory in respect of all other commercial, industrial and business reporting enterprises whose turnover for the accounting period exceed rupees 50 crores. Okay, 50 കോടിയിൽ കൂടുതൽ എന്തുള്ള ടേൺ ഓവർ ഉള്ള, അല്ലേ, 50 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള എല്ലാ ബിസിനസ് എൻ്റർപ്രൈസസും, അത് കൊമേഴ്സ്യൽ എൻ്റർപ്രൈസ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ആയിക്കോട്ടെ, അതുപോലെ ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ് ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആൾസോ മാൻഡേറ്ററി ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ അതർ കൊമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് റിപ്പോർട്ടിംഗ് എൻ്റർപ്രൈസസ് ഹൂസ് ടേൺ ഓവർ ഫോർ the accounting period exceed rupees 50 crores. Cash flow statement explain cash movements under the following 3 heads. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, 3 ഡിഫറെൻറ്റ് ഹെഡ്സ് ആയിട്ടാണ്. ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആൻഡ് തേർഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അങ്ങനെ 3 ഡിഫറെൻറ്റ് ഹെഡ്സിലായിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് വൺ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആൻഡ് തേർഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് activity. Okay, but then what is the disclosure of Accounting Standard 3? Okay, first one components of cash and cash equivalents. ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ് അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ പോളിസി അഡോപ്റ്റഡ് ഇൻ ഡിറ്റർമൈനിങ് ദ കോമ്പോസിഷൻ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതുപോലെ ക്യാഷും ക്യാഷ് ഇക്വലൻസിൻ്റെയും കോമ്പോസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എഫക്റ്റ് ഓഫ് എനി ചേഞ്ചസ് ഇൻ ദ പോളിസി ഫോർ ഡിറ്റർമൈനിങ് കമ്പണൻസ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അതുപോലെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ പോളിസിയിൽ അഡോപ്റ്റ്
ചെയ്യുന്നു എങ്കിൽ ആ പോളിസിയിൽ ആ ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് എന്തായിരിക്കും അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, ലാസ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ബാലൻസസ് ഹെൽഡ് ബൈ ദ എൻ്റർപ്രൈസസ് ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ യൂസ് ബൈ ഇറ്റ്. ഓക്കെ, ലാസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ എൻ്റർപ്രൈസസും ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് തുല്യമായിട്ടുള്ള എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രത്തോളമാണ് ഓരോ എൻ്റർപ്രൈസിലും ബാലൻസ് ഹെൽഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, then the next topic in this session is accounting standard 6, that is depreciation accounting. Accounting standard 6, depreciation accounting. Okay, it deals with depreciation accounting and applies to all depreciable assets. Different accounting policies and depreciations are adopted by different enterprises. Disclosure of accounting policies for depreciation followed by an enterprises is necessary to appreciate the view presented in the financial statement of the enterprise. Okay, accounting standard 6 deals with depreciation accounting and applies to all depreciable asset. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽസ് എന്തിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചും അതുപോലെ എല്ലാ ഡിപ്രീഷ്യബിൾ അസറ്റിനെ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 സൂചിപ്പിക്കുന്നത്. ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ഡെപ്രീസിയേഷൻ ആർ അഡോപ്റ്റഡ് ബൈ ഡിഫറെൻറ്റ് എൻ്റർപ്രൈസ്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻ്റർപ്രൈസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ആയിരിക്കും ഡിപ്രീസിയേഷൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ഫോർ ഡിപ്രീസിയേഷൻ ഫോളോഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഈസ് നെസസറി ടു അപ്രീഷിയേറ്റ് ദ വ്യൂ പ്രസൻറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ എൻ്റർപ്രൈസ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും എന്ത് പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്ത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതെന്ത് ചെയ്തിരിക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് എന്തിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 കുറിച്ച് പറയുന്നത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഡിപ്രീസിയേഷൻ? ഓക്കെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ കൊടുത്തിരിക്കുന്ന മീനിങ് എന്താണെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ വിയറിംഗ് ഔട്ട്, കൺസംഷൻ ഓർ അതർ ലോസ് ഓഫ് വാല്യൂ ഓഫ് ആൻ ഡിപ്രീഷ്യബിൾ അസറ്റ്. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ മീനിങ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വിയറിംഗ് ഔട്ട്. വിയറിംഗ് ഔട്ടിൻ്റെ മെഷർമെൻറ്റ് എത്രത്തോളം, എത്ര രൂപയുടെ വിയറിംഗ് ഔട്ട് ഉണ്ടായി, ദെൻ കൺസംഷൻ കൺസ്യൂം ചെയ്തു, ഓർ അതർ ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഡിപ്രീഷ്യബിൾ അസറ്റ്. ഓരോ ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ വാല്യൂവിൽ എത്രത്തോളം ലോസ് ഉണ്ടായി, ഇതിനെയാണ് എന്തെന്ന് പറയുക, ഡിപ്രീസിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് അറൈസസ് ഫ്രം യൂസ്, affection of time, obsolescence through technology and market changes. It includes amortization of assets whose life is predetermined. Okay, അപ്പം ഇതെങ്ങനെയൊക്കെയാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നത്, നമ്മൾ വാട്ട് ആർ ദ റീസൺ ഫോർ ദ ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പം എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റീസൺ ഫോർ ഡിപ്രീസിയേഷൻ? ഫസ്റ്റ് വൺ, കോൺസ്റ്റൻറ്റ് യൂസ് അല്ലേ, എഫ്ലക്ഷൻ ഓഫ് ടൈം ഓർ പാസേജ് ഓഫ് ടൈം. ദെൻ ഒബ്സലസൻസ് ത്രൂ ടെക്നോളജി ആൻഡ് മാർക്കറ്റ് ചേഞ്ചസ്, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച്, അതുപോലെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച്, നമ്മുടെ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെയാണ് എന്തുണ്ടാകുക, ഡിപ്രീസിയേഷൻ എറൈസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് അമോർട്ടൈസേഷൻ ഓഫ് അസറ്റ് ഹൂസ് ലൈഫ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ ലൈഫ് പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ എന്തും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അമോർട്ടൈസേഷൻ എന്ന പേരിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ മെഷർ ചെയ്യുന്നുണ്ട്. Okay, then depreciable asset. Depreciable assets are asset which conditions ആണ് ഇനി നമ്മൾ ഓരോന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, asset which are expected to be used during more than 1 year. നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയുമ്പം ആ അസറ്റ് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റിനെ നമ്മൾ എന്താ അസറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് വൺ, അസറ്റ് വിച്ച് have a limited useful life. അസറ്റ് വിച്ച് ഹാവ് എ ലിമിറ്റഡ് യൂസ്ഫുൾ ലൈഫ്. അതുപോലെ ഈ അസറ്റിന് ഒരു ലിമിറ്റഡ് യൂസ്ഫുൾ ലൈഫേ ഉണ്ടാവുള്ളൂ. കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് യൂസ്ലെസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ലിമിറ്റഡ് യൂസ്ഫുൾ ലൈഫേ ഈ അസറ്റിന് ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ സെക്കൻഡ് കണ്ടീഷൻ. ദെൻ തേർഡ് വൺ നോക്കിയേ, അസറ്റ് വിച്ച് ആർ ഹെൽഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഫോർ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സെട്ര. അപ്പം അല്ലെങ്കിൽ എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്, അസറ്റ് വിച്ച് ആർ ഹെൽഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഫോർ ദ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് ഹെൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് ഹെൽഡ് ചെയ്യുകയോ ചെയ്താൽ അങ്ങനെയുള്ള അസറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്രീഷ്യബിൾ അസറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ യൂസ്ഫുൾ ലൈഫിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാൽ, വാട്ട് ഡു യു മീൻ ബൈ യൂസ്ഫുൾ ലൈഫ്? Useful life is either, first one, the period over which a depreciable asset is expected to be used by the enterprise. Okay. The first condition is the period over which a depreciable asset is expected to be used by the enterprise. നമ്മളൊരു അസറ്റ് വാങ്ങുന്നു, ആ അസറ്റ് ആ ബിസിനസ്സിൽ എത്ര കാലത്തേക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ആ പീരീഡിനെ ആയിരിക്കാം എന്തെന്ന് പറയുക? യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുക. ഓക്കെ, സെക്കൻഡ് വൺ, ദ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സിമിലർ യൂണിറ്റ്സ് എക്സ്പെക്റ്റഡ് ടു ബി ഒബ്റ്റൈൻഡ് ഫ്രം ദ യൂസ് ഓഫ് ദി അസറ്റ് ബൈ ദ എൻ്റർപ്രൈസസ്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ അസറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എത്രത്തോളം നമ്പർ ഓഫ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, എത്രത്തോളം പ്രൊഡക്ഷൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ്ഫുൾ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് വൺ, പീരിയഡ് ഓവർ വിച്ച് എ ഡിപ്രീഷ്യബിൾ അസറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി യൂസ്ഡ് ബൈ ദ എൻ്റർപ്രൈസ്. സെക്കൻഡ് വൺ, ദ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സിമിലർ യൂണിറ്റ്സ് expected to be obtained from the use of the asset by the enterprises. Okay, അപ്പോൾ യൂസ്ഫുൾ ലൈഫ് ക്ലിയർ ആണല്ലോ. ഓക്കെ, then what are the disclosure of accounting standard 6, that is depreciation accounting? An enterprise should disclose the following. First one, the historical cost or any other amount substituted for historical cost of each class of depreciable asset. അപ്പോൾ ഓരോ ഡിപ്രീഷ്യബിൾ അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്താണ്, അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് വൺ ഒന്നും കൂടെ, ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓർ അതർ എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് depreciable asset. Okay, second one, total depreciation for the period for each class of asset. ഓരോ തരം അസറ്റിൻ്റെയും ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഓരോ പർട്ടിക്കുലർ അസറ്റിനും ഉണ്ടായിട്ടുള്ള ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്താണ്, അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ദ റിലേറ്റഡ് അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അതുപോലെ ഓരോ അസറ്റിനും ഇതുവരേക്കും ടോട്ടൽ എത്ര രൂപ ഡിപ്രീസിയേഷനായിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചിരിക്കണം. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻറ്റ് ഹെഡ്സ് ആണ് എവിടെ കാണിക്കേണ്ടുന്നത്? ഡിസ്ക്ലോഷറായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ആൻഡ് ലിസൺ ദ ലെക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ലൈക്ക് വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 depreciation accounting. Okay.